ഹലോ, നമസ്കാരം. ഞാൻ ഹിരണാണ്. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നമ്മുടെ നാട്ടിൽ പട്ടികളില്ലേ, ആരും വളർത്തുന്നതല്ല, നായ്ക്കളും പട്ടികളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവറ്റക്ക് നമുക്ക് ഒരു പ്രത്യേകതരം ചൊറി വന്നിട്ട് ചീഞ്ഞിട്ട് ആകെ ബാഡ് സ്മെല്ലായിട്ട് നമുക്ക് അടുത്ത് കൂടെ പോയാൽ തന്നെ ഒരു ബാഡ് സ്മെല്ലായിട്ട് വരുന്ന തരത്തിലുള്ള രോഗമായിട്ട് നടക്കുന്ന നായ്ക്കൾ നിങ്ങളെ പരിസരങ്ങളിലൊക്കെ ഉണ്ടോ? എൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. 15-ാം വാർഡാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു, ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ ഒരു 4-5 കണ്ടു. അത് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെയധികം ബാഡ് സ്മെല്ലും ഉണ്ട്. പിന്നെ ഓരോ ദിവസം തോറും പുതിയ പുതിയ പട്ടികൾക്ക് ഇത് പകർന്നു വരുന്നുണ്ട്. പിന്നെ അതിന്ന് നമ്മൾ ഉമ്മാറങ്ങളിലൊക്കെ വന്ന് കിടക്കുമ്പോൾ, ഉമ്മാറെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, സിറ്റ് ഔട്ടുകളിലൊക്കെ വന്ന് കിടക്കുമ്പോൾ അതിൻ്റെ മേൽന്ന് ബ്ലഡ് നമ്മൾ തറകളിലാവുക, അത് ഇനി മനുഷ്യനേക്ക് പകരുമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖമുള്ള പട്ടികൾ നമ്മളവിടെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉണ്ടോയെന്ന് അറിയില്ല. അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അവറ്റകളെ പിടിച്ചു കൊണ്ടുപോകാനോ കൊല്ലാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു കേട്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ബന്ധപ്പെട്ടാലാണ് ഇതൊക്കെ ഒന്ന് ഇതിനെ കുറിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോകാനോ കൊല്ലാനോ എന്തെങ്കിലുമൊക്കെ നടക്കുമോയെന്ന് അറിയില്ല. അങ്ങനെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നായ്ക്കളുടെ ചെറിയൊരു ക്ലിപ്പ് വീഡിയോ ഞാനിത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. ഇതുപോലെ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഈ ഏരിയയിൽ മാത്രമാണോ ഇതുള്ളത്, ഇനി കേരളത്തിൽ മൊത്തം ഉണ്ടോ, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ള രോഗമാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഇത് കമൻറ്റ് ചെയ്യ്. ഇതിനെ കുറിച്ചുള്ള സൊല്യൂഷൻ അറിയുന്ന ആൾക്കാരും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അവരെ ഞാൻ കണ്ട 2-3 നായ്ക്കളുടെ വീഡിയോസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് പറയും.